വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോഴും വനം വകുപ്പിന് ഫണ്ട് അനുവദിക്കുന്നതിൽ സർക്കാരിന് മെല്ലെപ്പോക്ക്. ബജറ്റിൽ വകയിരുത്തിയ 48 കോടി രൂപയിൽ 21 കോടി രൂപ മാത്രമാണ് ഇതുവരെ അനുവദിച്ചത്. പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഉൾപ്പെടെ വനം വകുപ്പ് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. സംസ്ഥാനത്ത് ദിനംപ്രതി മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ബജറ്റിൽ നീക്കിവെച്ച ഫണ്ട് പോലും വനം വകുപ്പിന് ലഭിക്കാത്ത സാഹചര്യം വരുന്നത്. കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയ 48 കോടി രൂപയിൽ ഇതുവരെ 21.82 കോടി രൂപ മാത്രമാണ് ധനവകുപ്പ് അനുവദിച്ചത്. തുക വൈകുന്നതിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന പതിവ് ന്യായം തന്നെയാണ് ധനവകുപ്പിൻ്റേത്. സാമ്പത്തിക പ്രതിസന്ധി വനം വകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. മിക്കയിടങ്ങളിലും പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ മെല്ലെപ്പൊക്ക് തുടരുകയാണ്. സംസ്ഥാനത്തെ ഫെൻസിംഗ് പലയിടത്തും പ്രാരംഭഘട്ടത്തിലാണ്. വളരെ കുറച്ചിടങ്ങളിൽ മാത്രമാണ് ഫെൻസിംഗ് പൂർത്തീകരിക്കാനായത്. ഉപവന്യജീവി സങ്കേതങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന പ്രഖ്യാപനവും ഫലം കണ്ടില്ല. മൃഗങ്ങളുടെ വരവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും ദുർബലമാണ്. RRTകളുടെ പ്രവർത്തനം വിപുലീകരിക്കുമെന്ന പ്രഖ്യാപനവും വാക്കിലൊതുങ്ങി. കൃത്യമായി കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതും വനം വകുപ്പ് നേരിടുന്ന പ്രതിസന്ധിയാണ്. 24 തിരുവനന്തപുരം.